നമ്മൾ ദിനംപ്രതി കേൾക്കുന്ന രണ്ട് വേർഡുകളാണ് ഈ പോലീസ് കസ്റ്റഡിയും ജുഡീഷ്യൽ കസ്റ്റഡിയും. എന്താണ് തമ്മിലുള്ള വ്യത്യാസം എന്നും എന്താണിതെന്നും നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ? ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്തതിനു ശേഷം നിയമപരമായി തടങ്കലിൽ വെക്കുന്ന രീതികളാണ് ഈ പോലീസ് കസ്റ്റഡിയും ജുഡീഷ്യൽ കസ്റ്റഡിയും. ഒരു കുറ്റാരോപിതനെയോ അല്ലെങ്കിൽ കുറ്റകൃത്യം ചെയ്ത ആളെയോ പോലീസിന്റെ സംരക്ഷണത്തിൽ അല്ലെങ്കിൽ പോലീസിന്റെ കസ്റ്റഡിയിൽ വെക്കുന്ന രീതിയാണ് പോലീസ് കസ്റ്റഡി. 24 മണിക്കൂറാണ് പോലീസ് കസ്റ്റഡിയുടെ സമയപരിധി. ഇതിനുള്ളിൽ കുറ്റാരോപിതനെ കോടതിയിൽ ഹാജരാക്കേണ്ടതുണ്ട്. അതായത് ഒരാളെ പോലീസ് വിളിച്ചു വരുത്തുന്നത് മുതൽ വ്യക്തിയെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ കൈമാറുമ്പോഴോ വിട്ടയക്കുമ്പോഴോ അവസാനിക്കുന്നതാണ് ഈ പോലീസ് കസ്റ്റഡിയുടെ കാലാവധി. കോടതി അനുമതി നൽകിയാൽ പരമാവധി 15 ദിവസത്തോളം പോലീസ് കസ്റ്റഡി തുടരാം. ചോദ്യം ചെയ്യൽ, തെളിവെടുപ്പ് തുടങ്ങിയ നടപടികളാണ് സാധാരണ ഇത്തരം സമയങ്ങളിൽ നടക്കാറുള്ളത്. കസ്റ്റഡിയിലുള്ള വ്യക്തിയുടെ അവകാശവും അന്തസ്സും സംരക്ഷിക്കേണ്ടത് പോലീസിന്റെ ഉത്തരവാദിത്തമാണ്. പോലീസ് കസ്റ്റഡിയിൽ കൂടുതൽ അന്വേഷണത്തിനായി വിടണോ എന്ന് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ആയിരിക്കും തീരുമാനിക്കുക. വിചാരണയോ തുടർ അന്വേഷണമോ കാത്തിരിക്കുന്ന കുറ്റാരോപിതനെ ജുഡീഷ്യറിയുടെ കീഴിൽ വിട്ടയക്കുന്ന രീതിയാണ് ജുഡീഷ്യൽ കസ്റ്റഡി. ഈ അവസരത്തിൽ പോലീസിന് പ്രതിക്കുമേൽ യാതൊരു നിയന്ത്രണവും ഉണ്ടാകില്ല. ജുഡീഷ്യൽ കസ്റ്റഡിയിലുള്ള പ്രതിയെ കോടതി സബ് ജയിലിലേക്കോ സെൻട്രൽ ജയിലിലേക്കോ മാറ്റും. പോലീസ് കസ്റ്റഡിയിൽ ആവശ്യമില്ലാത്തതോ ഉചിതമല്ലാത്തതോ ആയ സാഹചര്യങ്ങളിൽ ഒരു മജിസ്ട്രേറ്റോ ജഡ്ജിയോ ആണ് കുറ്റാരോപിതനെ ജുഡീഷ്യൽ കസ്റ്റഡിക്ക് നിർദ്ദേശിക്കുന്നത്. ഇവിടെ പോലീസിന് പ്രതിയുമായി നേരിട്ട് ഇടപെടാൻ അധികാരമില്ല. ചോദ്യം ചെയ്യൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് കോടതിയുടെ അനുവാദമാണ് വാങ്ങേണ്ടത്. വധശിക്ഷ, ജീവപര്യന്തം 10 വർഷം ശിക്ഷ ലഭിക്കുന്ന കുറ്റകൃത്യങ്ങളിൽ 90 ദിവസം വരെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ സൂക്ഷിക്കാം. മറിച്ചാണെങ്കിൽ കസ്റ്റഡി 60 ദിവസത്തിൽ കൂടരുത്. ജാമ്യം ലഭിക്കുന്ന കുറ്റകൃത്യമാണ് ഒരു വ്യക്തിയിൽ ആരോപിച്ചത് എങ്കിൽ സ്റ്റേഷനിൽ നിന്നോ കോടതിയിൽ നിന്നോ ജാമ്യം എടുക്കാവുന്നതാണ്.